മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. നമസ്കാരം. മനസ്സിന്റെ കാണാപ്പുറങ്ങളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാഞ്ചീരവം റേഡിയോയ്ക്കൊപ്പം സൈക്കോളജിസ്റ്റ് ഗ്രീഷ്മ. ഈ ആഴ്ച നമുക്ക് കത്തയച്ചിട്ടുള്ളത് പുഷ്പ ചേച്ചിയാണ്. ഇടുക്കിയിൽ നിന്നാണ് കത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ചേച്ചി പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേച്ചിയുടെ വീട്ടിലൊരു വയസ്സായിട്ടുള്ള അച്ഛനുണ്ട്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛന് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനസികപരമായിട്ട് അച്ഛൻ എപ്പോഴും ഭയങ്കര സ്ട്രെസ്ഡ് ആണ്, അല്ലെങ്കിൽ പെട്ടെന്ന് വാശി കാണിക്കുന്നു, പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അച്ഛനെ മാനേജ് ചെയ്യാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ചേച്ചി മെസ്സേജ് അയച്ചിട്ടുള്ളത്. നമുക്കറിയാം, വാർദ്ധക്യം അല്ലെങ്കിൽ ഏജ്ഡ് ആകുമ്പോൾ നമ്മൾ പലപ്പോഴും ഒരു പരിധിവരെ നമ്മുടെ ജീവിതത്തിലെ ഒരു രണ്ടാമത്തെ കുട്ടിക്കാലമാണ് അതെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം കുട്ടികളോട് സാമ്യമുള്ള രീതിയിലേക്കായിരിക്കും ആ ഒരു സമയത്ത് നമ്മളുടെ ജീവിത രീതികളായിട്ടൊക്കെ ഉണ്ടായിരിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാർദ്ധക്യം എന്ന് പറയുന്നത് തന്നെ പരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടമാണ്. ശാരീരികമായിക്കോട്ടെ, മാനസികമായിക്കോട്ടെ, സാമൂഹികപരമായിക്കോട്ടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ഒരു ഏജ് ഗ്രൂപ്പും കൂടെയാണ് ഈ പറയുന്ന വാർദ്ധക്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട് ഈ ഒരു ഏജിൽ. അവരെ സംബന്ധിച്ചിടത്തോളം മേ ബി ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം. BP ആയിട്ടോ, ഷുഗറായിട്ടോ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മെഡിസിൻ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്ന ആളുകളായിരിക്കാം. അതല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള എന്തെങ്കിലും ഒറ്റപ്പെടലുകളോ, അല്ലെങ്കിൽ കൂടെയുള്ള സ്പൗസിൻ്റെ, അതായത് പാർട്ട്ണറുടെ മരണമോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ സോഷ്യലി ആ സമയത്ത് അവരൊരു റിട്ടയർമെൻറ്റ് കാലഘട്ടത്തിലേക്ക് വന്നുകൊണ്ട് വീട്ടിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയായിരിക്കാം. പുറമേയുള്ള ലൈഫ് സ്റ്റൈലായിട്ട് അവർക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന കാലഘട്ടമായിരിക്കാം. അതുപോലെ ചിന്താപരമായിട്ടും ഇപ്പോൾ ടേസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മൊത്തത്തിൽ അവർക്ക് ശാരീരികപരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വരുന്നതുകൊണ്ട് ടേസ്റ്റിലായാലും, അല്ലെങ്കിൽ മൊത്തത്തിൽ അവർക്ക് ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റൽ ഇഷ്യൂസ് നന്നായിട്ട് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഉറക്കം കുറയാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ചിന്താപരമായിട്ടൊക്കെ, കാരണം എപ്പോഴും പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് വാശി കാണിക്കുക പോലുള്ള സ്വഭാവങ്ങൾ കാണിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലായിരിക്കും. പിന്നെ അതുപോലെ സൂയിസൈഡ് റേറ്റ്സ് ഒക്കെ കൂടുന്നത് ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നതുകൊണ്ട് ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് കാരണമോ അങ്ങനെ പല രീതിയിലും അവർക്ക് എന്ത് സംഭവിക്കാം, ഡിപ്രഷനിലേക്കോ അല്ലെങ്കിൽ ആങ്സൈറ്റിയിലേക്കോ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു രീതിയിൽ, അതായത് ഏജിങ് അവർ ഫേസ് ചെയ്യുമ്പം അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ആങ്സൈറ്റിയിലേക്കോ ഡിപ്രഷനിലേക്കോ പോകാൻ കാരണമായേക്കാം. അതിലുപരി ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് മറവി കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള എല്ലാ മേഖലയിലും ഇത് ബാധിക്കുകയും ചെയ്യും. അതവർക്ക് മുന്നോട്ടുള്ള കാലഘട്ടം ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സമൂഹത്തിലുള്ള ആളുകളിൽ നിന്നോ, അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റാളുകളിൽ നിന്നോ അവർ ചിലപ്പോൾ ഒറ്റപ്പെട്ട് മാറി നിൽക്കാനോ, അല്ലെങ്കിൽ അതിൽ നിന്നൊരു ഡിറ്റാച്ച്മെൻറ്റ് കാണിക്കാനോ ഉള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോഴാണ് ഈ മെസ്സേജിൽ പറഞ്ഞതുപോലെ അവർക്ക് ഉണ്ടാകുന്ന ഈ ഒരു സ്വഭാവ മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റുക. അവരുടെ സ്വഭാവത്തിൽ തന്നെ എന്നുള്ളതിനേക്കാൾ വ്യത്യാസം കാണിക്കാൻ തുടങ്ങും. ദേഷ്യം, അതുപോലെ ഇറിറ്റേഷൻ കാണിക്കാൻ തുടങ്ങും. അതുപോലെ ആവശ്യമില്ലാത്തതിനും ആവശ്യമുള്ളതിനൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രെസ് ഉള്ളതുപോലെ, അല്ലെങ്കിൽ ഭയങ്കര സാഡായിട്ടോ ഭയങ്കര ഹൈപ്പറായിട്ട് ദേഷ്യപ്പെടുന്ന രീതിയിലൊക്കെ കാണിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് അവരുടെ തോട്ടിലും അല്ലെങ്കിൽ അവരുടെ മൂഡിലും ഈ ഒരു ചേഞ്ച് ഉണ്ടാകുന്നതോടുകൂടി തന്നെ അവരുടെ ബിഹേവിയർ പതുക്കെ മാറി വരാൻ തുടങ്ങും. അവരുടെ ഉറക്കമായിക്കോട്ടെ, വിശപ്പായിക്കോട്ടെ, എല്ലാത്തിനെയും അത് ബാധിക്കാൻ തുടങ്ങും. പിന്നെ പതുക്കെ അവരുടെ ചിന്തയോ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവരുടെ ഓർമ്മശക്തി, അല്ലെങ്കിൽ അവർക്കൊരു പ്രോബ്ലം നല്ല രീതിയിൽ സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാതെ വരാം. അങ്ങനത്തെ കുറേ ബാക്കി അതുമായി പറ്റിയിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി തുടങ്ങും. അതുപോലെ തന്നെ ഇതിന്നൊക്കെ അവർക്ക് എന്ത് വരും, ഇതൊക്കെ ഇങ്ങനെ കൂടി വരുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ശരീരത്തിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസൾട്ട് കാണിക്കാൻ തുടങ്ങും. ചിലപ്പോൾ ഭയങ്കരമായിട്ട് വെയിറ്റ് ലോസ് വരാം, അല്ലെങ്കിൽ ഫുഡ് ഒട്ടും നല്ല പ്രോപ്പറായിട്ട് കഴിക്കാത്ത അവസ്ഥ വരാം, അല്ലെങ്കിൽ ഉറക്കത്തിനെ നന്നായിട്ട് ബാധിക്കാം. അങ്ങനെ ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കുന്ന ഡാമേജസ് മേ ബി ഇതുകൊണ്ട് ഉണ്ടാവാനും സാധ്യത ഉണ്ടാവാറുണ്ട്. ഇതുപോലെ നമ്മൾ ഈ ഒരു ഗ്രൂപ്പിന് ജിറിയാട്രിക് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നതിന് ജിറിയാട്രിക് കൗൺസിലിംഗ് എന്നൊക്കെയാണ് പറയാറ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാക്സിമം ഇവർക്ക് നമ്മളുടെ സപ്പോർട്ടിംഗ് ഗ്രൂപ്പിൽ നിന്ന് നന്നായിട്ടൊരു ക്ഷമയോടുകൂടി ഇവരിനെ കേട്ടിരിക്കുക, അല്ലെങ്കിൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കി ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് എന്നുള്ളത് നമ്മൾ നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ
ഇവരെ എപ്പോഴും സോഷ്യലി കണക്റ്റഡ് ആക്കാൻ നോക്കുക. അതായത് സാമൂഹികപരമായിട്ട് ഏതെങ്കിലും ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ അതേ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാനോ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും നമ്മളുടെ പഞ്ചായത്തിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ അവരെ മാക്സിമം ഫിസിക്കലി ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെറിയ ചെറിയ എക്സസൈസുകളോ, ഇപ്പോൾ ഒരുപാട് ഹെവി അല്ല എന്നിരുന്നാൽ കൂടെ കുറച്ച് നേരം നടക്കാനോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ബ്രെയിൻ എക്സസൈസുകളോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട്, അവരെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അവരെ എൻഗേജ് ചെയ്യിപ്പിക്കുക. ചെറിയ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കുക, അങ്ങനത്തെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ കുറച്ചും കൂടെ മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും അവരെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇത്രയൊന്നും ആയിട്ടും നമ്മൾ വിചാരിക്കും എല്ലാവർക്കും ഏജ് ആവും, ഇതൊക്കെ സാധാരണയായിട്ട് നടക്കുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്യും. പക്ഷെ ഇത് ഭയങ്കര രൂക്ഷമാവുകയാണ് അല്ലെങ്കിൽ ഭയങ്കര ഒരു ട്രോമയിലേക്ക് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണിക്കുക തന്നെ വേണം. കാരണം എന്തെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് അവരെ കൊണ്ട് എന്തായാലും ചെയ്യാൻ പറ്റും. ചില സമയത്ത് മെഡിസിൻ എടുക്കേണ്ട അവസരങ്ങൾ വരാം. അപ്പോൾ അങ്ങനെ മെഡിസിൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വേണ്ട രീതിയിലുള്ള മാനേജ്മെൻറ്റ് ടെക്നിക്കുകൾ ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ തന്നെ പിന്നെയുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ ചേച്ചിക്കായിരിക്കില്ല വേറെ ആർക്കെങ്കിലും, അതായത് കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു രക്ഷിതാക്കളുടെ മക്കൾക്ക് ഇതുകൊണ്ട് ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. അവർ ഭയങ്കരമായിട്ട് ഒരു സപ്പോർട്ടർ അല്ലെങ്കിൽ സപ്പോർട്ടിങ് ടീമിലുള്ള ആൾ എന്നുള്ള രീതിക്ക്, ഫാമിലി മെമ്പർ എന്നുള്ള ആൾ എന്നുള്ള രീതിക്ക് അവർ ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഇത് കാരണം സ്ട്രെസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർക്കും വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പോ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങോ എടുക്കാവുന്നതാണ്. അപ്പോൾ മാക്സിമം ഫാമിലി സപ്പോർട്ട് ഇവർക്ക് കൊടുക്കുക. അതേപോലെ തന്നെ ഇവർക്ക് എന്താണ് ബുദ്ധിമുട്ടുള്ളതെന്ന് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ കൗൺസിലിംഗ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കുക. മെഡിക്കേഷൻ വേണ്ട, അതായത് മരുന്നെടുക്കേണ്ട കണ്ടീഷൻസ് ആണെങ്കിൽ മാക്സിമം മരുന്നെടുക്കാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉറപ്പായിട്ട് നോക്കേണ്ടതാണ്. ഇപ്പോൾ പലപ്പോഴും ഏജ്ഡ് ആവുന്ന സമയത്ത് മക്കൾ വിദേശത്തും അല്ലെങ്കിൽ പുറത്തൊക്കെ ആവും, അവർക്ക് മീൻസ് പേരക്കുട്ടികളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ അതിനൊക്കെ കൊണ്ട് പലപ്പോഴും ഭയങ്കരമായിട്ട് ലോൺലിനെസ് ആവാനുള്ള സാധ്യതയൊക്കെ ഭയങ്കര കൂടുതലാണ്. ഈ ഒറ്റപ്പെട്ട അവസ്ഥ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ട്രെസ് കൂടും. അതായത് വേറെ ഒന്നിലേക്കും എൻഗേജ് ചെയ്യാൻ അവർക്ക് പറ്റാത്തൊരവസ്ഥ വരും. മറ്റേത് പണ്ട് അങ്ങനെയൊന്നും ആയിരുന്നില്ല. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഈ പറഞ്ഞ ഗ്രാൻഡ് പാരൻസിന് ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആവാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ അവസരങ്ങൾ ഭയങ്കര കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സപ്പോർട്ടിങ് സിസ്റ്റങ്ങൾ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള സപ്പോർട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും അവരുടെ മെൻ്റൽ ഹെൽത്ത് നല്ല രീതിയിൽ മാനസികാരോഗ്യം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ചും കൂടെ അവർക്കുള്ള ബുദ്ധിമുട്ടുകളെ കുറച്ചും കൂടെ അവർ ഒരു ലൈഫിനെ പറ്റി കൺസേൺ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു വേണ്ട രീതിയിലുള്ള ഒരു നമ്മളവരെ മനസ്സിലാക്കി പെരുമാറുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരിൽ ഇതിൻ്റെ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങും. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ കെയർ ഗിവേഴ്സ്, അതായത് നമ്മളവർക്ക് സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ ആ സ്ട്രെസ്സ് മാറ്റി കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ നല്ല സ്ട്രെസ്ഡ് ആവുന്നതിനനുസരിച്ച് നമുക്ക് അവരോടുള്ള പെരുമാറ്റം ഭയങ്കര മോശമായി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്കത് സ്ട്രെസ്സാവും. അങ്ങനെ രണ്ട് കൂട്ടർക്കും അത് സ്ട്രെസ്സാകുമ്പോൾ അത് വീണ്ടും വീണ്ടും ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ അതായത് ആരാണോ അവരെ നോക്കുന്ന സപ്പോർട്ടിങ് ആയിട്ടുള്ള ആളും ആരാണോ ഏജ്ഡ് ആയിട്ടുള്ള ആളും രണ്ടുപേർക്കും എവിടെയാണോ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കേണ്ടത് അവിടെ ഉറപ്പായിട്ട് നമ്മൾ സപ്പോർട്ട് കൊടുക്കണം. അതിലൊരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ വാർദ്ധക്യം എന്ന് പറയുന്നത് നമ്മുടെ അത്രയും കാലത്തെ ജീവിതത്തിൻ്റെ ഒരു ലാസ്റ്റ് ഏടുകളാണ്, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു രത്ന ചുരുക്കമാണ്. നമ്മുടെ കഴിഞ്ഞുപോയ ജീവിതത്തിൽ എന്ത് ചെയ്തോ അതായിരിക്കും ഉറപ്പായിട്ടും നമ്മുടെ ഈ ഒരു ഏജ് ആവുന്ന സമയത്ത് നമുക്കുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ അത്രയും കാലം അടിപൊളിയായിട്ട് നമ്മൾ ഓക്കെ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും നമ്മുടെ വാർദ്ധക്യത്തിൽ നമ്മൾ ഒന്നല്ലെങ്കിൽ ഹാപ്പി ആവും. അതല്ല നമ്മളൊന്നും ആയിട്ടില്ല, നമുക്ക് ഒരു നേട്ടം ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നിരാശയും വരാനുള്ള സാഹചര്യമുണ്ട്. അതായത് ആ ഒരു ഡിഫറൻസ് മേ ബി നമ്മളുടെ ആ ഒരു റിസൾട്ടിൽ കാണിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നമുക്ക് അറിയാമെങ്കിൽ കൂടെ ഏജായി എന്നുള്ളൊരു രീതിക്ക് നമ്മൾ മാറ്റപ്പെടുന്ന ഒരു ഗ്രൂപ്പാക്കി വെക്കാതിരിക്കുക അവരെ. കാരണം ഏജ് എന്ന് പറയുന്നത് ശരിക്കും ഒരു നമ്പർ മാത്രമായിട്ട് കണക്കാക്കുക. നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിലേക്കും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലേക്കും മാക്സിമം ഏജ് ആയവരെയും കൂടിയും ഉൾക്കൊള്ളിക്കുക. അവർക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി നമ്മളെക്കൊണ്ട് പറ്റാവുന്ന, അതായത് അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മളും ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. മാക്സിമം നമ്മുടെ കൂടെ തന്നെ അവരെയും ചേർത്ത് നിർത്താൻ ശ്രമിക്കുക. നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മളത് കുറയ്ക്കാനും നമ്മളെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക. കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ എന്തായാലും ഫേസ് ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പോൾ ടെൻഷൻ അടിക്കാതെ തന്നെ വാർദ്ധക്യത്തിനെയും നമ്മൾ അതിജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. നിങ്ങളുടെ സംശയങ്ങൾ അറിയിക്കേണ്ട നമ്പർ
9961317028. നന്ദി.